ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി പെർമനൻ്റ് ആയിട്ട് വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ആക്നി പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. DIY പാക്ക് ആയതുകൊണ്ട് തന്നെ സീറോ സൈഡ് എഫക്ട്സ് ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. അപ്പോൾ തൈരിലേക്ക് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു തൈര് അല്ലെങ്കിൽ കടലപ്പൊടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. നീഡഡ് ക്വാണ്ടിറ്റി കടലപ്പൊടി നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കോഫി പൗഡറാണ്. കോഫി പൗഡർ എടുക്കുമ്പം എപ്പോഴും ഇതേപോലെ ഫൈൻ ആയിട്ടുള്ള പൗഡേഴ്സ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന കോഫി പൗഡർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഫൈൻ ആയിട്ടുള്ള കോഫി പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഈ ഒരു മിക്സേഴ്സും എല്ലാം കൂടെ നമ്മൾ മിക്സ് ഇറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കടലപ്പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ഇറ്റ് ചെയ്യുമ്പം ഒരു കട്ട പിടിച്ച ഫോമിൽ കിടക്കും. പക്ഷേ നമ്മൾ നന്നായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ടിട്ടുള്ള എക്സാക്റ്റ് ബെനിഫിറ്റ് നമ്മുടെ ഫേസിന് കിട്ടുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോഫി റിച്ച് ഫോർ വാട്ട് എന്ന് നോക്കുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കൊണ്ടിട്ട് റിച്ച് ആണ്. സോ ആക്നീസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ആ ഒരു അണീവൻ ആയിട്ടുള്ള ടോണൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആണ്. ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ, ഇനിയിപ്പം റിങ്കിൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്ലെമിഷേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു DIY പാക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്മൂത്തി പാക്ക് നമ്മൾ നല്ലോണം മിക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ചോക്കോ പരുവം ഭയങ്കര സ്മൂത്തി രൂപേണ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫേസ് ഓവറോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് പാക്കാണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ക്ലെൻസ് ചെയ്തതിന് ശേഷം ആ ഒരു നനഞ്ഞ മുഖത്തോടെയല്ല ഇടേണ്ടത്. പാറ്റേ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഫേൻ ഇൻക്രീസ് ദ ബ്ലഡ് സർക്കുലേഷൻ. അതായത് ബ്ലഡിൻ്റെ ആ ഒരു സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോട് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ഷൈനിങ് നൽകാനും നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ നല്ലോണം റിമൂവ് ചെയ്യും. നമ്മുടെ സ്കിൻ നല്ലോണം ടൈറ്റൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈറ്റൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു കോളജൻ പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രീമച്വർ അല്ലെങ്കിൽ ഏർലി ഏജിങ് സൈൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. കോഫി പൗഡർ മാത്രമല്ല നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ നൽകുന്നത്. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള തൈരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ആക്നീസ് റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ നല്ലോണം റിമൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ കടലപ്പൊടി. നോർമലി കടലപ്പൊടിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി നമ്മൾ ഈ ഒരു കോഫിയുടെ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞോ ഓൾമോസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കടലപ്പൊടിയിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാം ബ്ലെൻഡ് കൊണ്ടിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ ലിവിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫേസ് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഇറ്റ് ചെയ്ത് വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പാറ്റേ ചെയ്യുക. അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ടും ഒരു ടോണർ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക ഫ്രഷ് ആൻഡ് യങ് ആൻഡ് ആ ഒരു ആൻറ്റി ഏജിനിങ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഹൈഡ്രേഷനൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ ടോണിങ് ഒക്കെ ചെയ്യുമ്പം. ദെൻ നമ്മൾ ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ആക്നെ പ്രൂൺ സ്കിന്നുകാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. എൻ്റെ ഫേസിൽ ഇപ്പോൾ കുറച്ച് ആക്നീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പാക്ക് ഞാൻ മസ്റ്റായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് 100% റിസൾട്ട് കിട്ടി. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്, ആ ഒരു കൂളിംഗ് എഫക്റ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ തൊട്ട് വെക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റഫ് ആൻഡ് ഡള്ളായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്കാണ്. അപ്പോൾ വീക്കിലി നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ടൈംസ് ഒക്കെ യൂസ് ചെയ്താലും പ്രോബ്ലം ഇല്ല. അപ്പോൾ കോഫി ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. എല്ലാ ഡേയ്സും നമ്മൾ അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു DIY പാക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.